ഹലോ നമസ്കാരം. മൈൻഡ് വൈബ് എന്നെൻ്റെ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് റേച്ചൽ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാനൊരു ചോദ്യം നിങ്ങളോട് ഇന്ന് ചോദിച്ചു കൊള്ളട്ടെ. പ്രകാശത്തേക്കാൾ വേഗമുള്ളത് എന്താണെന്നറിയാമോ? നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ സയൻസിലൊരു ക്വസ്റ്റ്യൻ വരും. ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ ആദ്യം എന്തുകൊണ്ട് നാം മിന്നൽ കാണുന്നു, അല്ലേ? അപ്പം നമ്മൾ ആൻസർ എഴുതും, ശബ്ദത്തേക്കാൾ വേഗതയുള്ളതാണ് പ്രകാശത്തിന്. പ്രകാശത്തിനാണ് ഏറ്റവും വേഗതയുള്ളത്. ഇന്ന് നമ്മുടെ ചോദ്യം എന്താണ്? പ്രകാശത്തേക്കാൾ വേഗതയുള്ളത് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മിൽ തന്നെയുണ്ട്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ബാല്യകാലത്തിലേക്കൊന്ന് പോകാം. 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ക്ലാസ്സുകൾ, അവിടുത്തെ കൂട്ടുകാർ, നമ്മുടെ അധ്യാപകർ, ഒരുമിച്ചിരുന്ന് പഠിച്ചതും കളിച്ചതും അസംബ്ലി ഒക്കെ ഒന്ന് ഓർക്കാം. നമ്മുടെ മനസ്സ് യാത്ര ചെയ്തു, അല്ലേ? മനസ്സുകൊണ്ട് നമ്മൾ യാത്ര ചെയ്തു. അടുത്ത നിമിഷം നിങ്ങൾക്ക് ഭാവിയിലോട്ട് പോകാം. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ എവിടെ ഇരിക്കുന്നു അവിടേക്ക് നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലാണോ, ഗൾഫ് കൺട്രീസിലാണോ, അടുത്ത സ്റ്റേറ്റിലാണോ, അടുത്ത ഡിസ്ട്രിക്റ്റിലാണോ, നമ്മൾ അവിടെ മനസ്സുകൊണ്ട് യാത്ര ചെയ്യുന്നു, ഇല്ലേ? അല്പനിമിഷം കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് യാത്ര ചെയ്യുന്നു. അതെ, പ്രകാശത്തേക്കാൾ വേഗമുള്ളതാണ് മനസ്സെന്ന് പറയുന്നത്. ഇതൊരു ഭൗതിക വേഗത്തെ സൂചിപ്പിക്കുന്ന പ്രസ്താവനയല്ല, ഒരു പ്രചോദനമായ ആശയമാണ്. മനസ്സിൻ്റെ പ്രചോദനമായ ഒരാശയം. പ്രകാശത്തിന് സഞ്ചരിക്കുവാൻ സമയം വേണം, പക്ഷേ നമുക്ക് മനസ്സിന് സഞ്ചരിക്കുവാൻ സമയമൊന്നും വേണ്ട. അതിലും വേഗത്തിൽ സഞ്ചരിക്കുവാൻ മനസ്സിന് കഴിയും. അതായതാണ് നമ്മളുടെ മനസ്സിനെ പ്രത്യാശയിലേക്ക് നയിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല ചിന്തകളുമായി വിജയത്തിലേക്ക് കേന്ദ്രീകരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം ഒരു വിജയത്തിലേക്ക് എത്തും. ഇന്ന് നിങ്ങൾ മനസ്സിൽ വിതയ്ക്കുന്ന ഓരോ നല്ല ചിന്തയും നാളത്തെ വിജയത്തിൻ്റെ വിത്തുകളാണ്. അങ്ങനെ പോസിറ്റീവ് ചിന്തകളുമായി മനസ്സിനെ വളർത്തുക. മനസ്സിനെ വളർത്തുന്ന സന്ദേശങ്ങൾക്കായി മൈൻഡ് വൈബ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി ഇനിയും കാണാം. ബൈ.